അവിടെയായിരുന്നു പ്ലാന്റേഷൻ ഓഫീസ്. എൻ്റെ സ്വല്പം തെളിച്ച് അതിൻ്റെ സ്മെല്ല് ഇപ്പോഴും ഉണ്ട്. ഇതിൻ്റെ കീടനാശിനിൻ്റെ ഇത് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇതാണ് എൻഡോസൾഫാൻ എന്നുള്ള മാരക വിഷം കലക്കിയ അതിൻ്റെ രക്തസാക്ഷികളെ സൃഷ്ടിച്ച ടാങ്ക് ഇതാണ്. വീടുകളിലെല്ലാം രോഗികൾ കാണപ്പെടുന്നത് ഇവിടെയുള്ള ഗ്രാമവാസികളെ ചിന്തിപ്പിച്ചത് ഇവിടെ പ്രസിദ്ധമായ ജടാധാരി എന്ന ഭൂതത്തിൻ്റെ, അതായത് തെയ്യത്തിൻ്റെ ശാപം കൊണ്ടാണ് എന്നാണ്. ഒരു കാലത്ത് ശിവള്ളി ബ്രാഹ്മണരാണ് ഈ ജടാധാരി തെയ്യത്തെ കുഴിച്ചിട്ടത് എന്നും പുറത്തി വന്ന് ജടാധാരിയെ രക്ഷപ്പെടുത്തി എന്നും ശിവള്ളി ബ്രാഹ്മണരോട് പകരം വീട്ടി എന്നും ഉള്ളൊരു മിത്ത് ഇവിടെ പ്രചാരത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകൾ ഇങ്ങനെ രോഗങ്ങൾ കാണപ്പെട്ടു തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ വിശ്വസിച്ചിരുന്നത് ഇത് ജടാധാരിയുടെ കോപം കൊണ്ടാണ് എന്നാണ്. എല്ലാവരും പറയുന്നു ആയിരത്തി 1977 മുതലാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ എൻഡോസൾഫാൻ ഈ 11 പഞ്ചായത്തുകളിൽ തെളിക്കുന്നത്. അപ്പോൾ അന്നൊക്കെ എല്ലാവർക്കും വലിയ ഉത്സാഹമായിരുന്നു, വലിയ ആഘോഷമായിരുന്നു. സ്കൂളുകളിൽ കുട്ടികളുണ്ടാവില്ല, കുട്ടികളൊക്കെ ടീച്ചേഴ്സിനോട് പറയാതെ ഹെലികോപ്റ്റർ കാണാൻ പോകും. അവിടെ വലിയ ബഹളമാണ്. അപ്പോൾ ആഴ്ചക്കാലം ഇങ്ങനെ സ്കൂളിൽ പോവാതെ തിരികെയായിരുന്നു ആ കാലങ്ങളിൽ. ഇത് തളിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ നാട്ടിൽ പാമ്പില്ല, പാമ്പൊക്കെ ചാവും. പിന്നെ പക്ഷിമൃഗാദികളൊക്കെ ചാവും, തേനീച്ചകളില്ല. പിന്നെ ഈ അന്തരീക്ഷത്തിൻ്റെ ശബ്ദം പോലും ഇല്ല. ആ രീതിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ആളുകളിങ്ങനെ ഈ മരുന്ന് തളി കൊണ്ടാണ് എന്നാണ് ആളുകളന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്താ ഈ സാധനം തളിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. മരുന്നാണെന്ന് പറയുന്നത്. മരുന്ന് നമുക്ക് അസുഖം ഭേദമാക്കാനുള്ളതാണ് മരുന്ന്. അപ്പോൾ ഈ തേയില കൊതുകിനെ കൊല്ലാനുള്ളതാണെന്ന് പിന്നീടാണ് അറിഞ്ഞത്. ಅವು ಎಂಕ್ ದಾಯ್ತ ನಡತೆ ಎಂಕ್ ಗೊತ್ತಿದ್ಯಾಂಡು ಅಂಚ ಅರ್ಧ ಸಾದಿಗೆ ಎತ್ತನಗ ಎಂಕ್ ಸರೆ ತಿರುಗುತ್ತಾನಗ ಕಕ್ಕೆಡ ಅರ್ಪುಣೆನ ದಾಯ್ತ ಹಾಪುಣೆಂದು ಎಂಕ್ ತೆರಿಯೊಂದಿದ್ಯಾಂಡು ಎಂಕ್ ಇಲ್ಲಡೆಗೆ ಎತ್ತಿರ ಎಂಕ್ ಚೀರ್ತಿಗಿ ಅಪ್ಪ ಎಣ್ಣೆ ಒಟ್ಟಿಗೂ ಎಣ್ಣೆ ಗ್ಲಾಸ್ ತಗಲಿತ್ತೇವೆ ಅಪ್ಪ ದಾಣ ಹಾಪುಣದಿಕ್ಕೆ ಎಣ್ಣೆ ಎಂಕ್ ಸರೆ ಇರ್ಕೊಂಡು ಕಕ್ಕೆಡ ಬರ್ಪುಂಡು ದಾಯ್ತ ಹಾಪುಣದು ಎಂಕ್ ಚೇರ್ಪಿಗಿ ಎಣ್ಣೆ ಕಾರು ಕೈಕೆ ಬಳ ಇದ್ದಿ ಎಂದೇನು ಪಂಡೆ ಅಪ್ಪ ಎಣ್ಣೆ ಗ್ಲಾಸ್ ತಗಲಿ ಎಣ್ಣೆ ಇಲ್ಲಾಡು ಕೊಂಡು ಮಾಡ್ತೇವೆ ಆತ ಎಂಕ್ ಗೊತ್ತುಂಡು.
الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ಹೀಗೆ ಎಡಕೈ ಚಾಚುತ್ತ ಎರಡು ಕೈಗಳ ಚಾಚುತ್ತ ಬಾಲ ಇಕ್ಕಿ ಕೊಡುವೇನು ಬಾಲ ಇಕ್ಕಿ ಕೊಡುವೇನು. ಹೀಗೆ ಬಲಕೈ ಬೀಸುತ್ತ ಹೀಗೆ ಎಡಕೈ ಬೀಸುತ್ತ ಎರಡು ಕೈಗಳ ಬೀಸುತ್ತ ಬಾಲ ಇಕ್ಕಿ ಕೊಡುವೇನು ಬಹಳ ಇಕ್ಕಿ ಕೊಡುವೇನು. അമ്മയെന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല. കുട്ടി കരയാൻ പോലും തുടങ്ങിയത് ഈ കഴിഞ്ഞ 4-5 മാസമായിട്ടാണ്. ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ തോട്ടം ഒരു 10 മീറ്റർ അപ്പുറത്താണ്. ഈ പ്രദേശങ്ങളിൽ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നിട്ട് വിഷം, കാളകൂടം പോലെയുള്ള വിഷം തളിക്കുന്ന സമയത്ത് ഈ പ്രദേശങ്ങളിലൊക്കെ വീഴും. അപ്പോൾ തളിക്കൽ നിർത്തിയതിന് ശേഷം ജനിച്ച കുട്ടിയാണ്. അപ്പം അത് എത്രത്തോളം നമ്മുടെ മണ്ണിലും വായുവിലും ജലത്തിലും ഈ വിഷം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്, ഗർഭസ്ഥ ശിശുക്കളെ എപ്രകാരം ഇത് മാരകമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും ഒരു വലിയ ഒരു ദൃഷ്ടാന്തം നമ്മുടെ കൂടെയുള്ള ഈ കുട്ടിയാണ്. അപ്പം ഇതുപോലെ ഒരുപാട് കുട്ടികൾ ഈ പ്രദേശങ്ങളിലുണ്ട്. ഈ വിഷം തളിക്കലിന് നിർത്തിയതിന് ശേഷം ജനിച്ച കുട്ടികൾ ഒരുപാടുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ കുട്ടികളെ ഇങ്ങനെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ഒറ്റ അടിക്കാണ് ഈ ആക്രമണം നടന്നത് എങ്കിൽ ഇവിടെ മാറി വന്ന ഭരണകൂടങ്ങളുടെ ഒത്താശയോടുകൂടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഒരു 1/4 നൂറ്റാണ്ടുകാലം ഇവിടെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ ഏറ്റവും പരിക്ക് പറ്റിയത് നമ്മുടെ കുട്ടികൾക്കാണ്, കുഞ്ഞുങ്ങൾക്കാണ്. വളരും തോറും നല്ല ബലക്ഷയം കുറവ്, പിന്നെ കുറെ മരുന്ന് ചെയ്തു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? 2 പേർക്കും ഒരേപോലെ KMC, മൈസൂർ, ആടയുടെ എല്ലാം കൊണ്ട് ചെവി കേൾക്കുന്നുണ്ടാവുന്നുണ്ട്. കുറെ അമ്മയുടെ വീട്ടിലെല്ലാം കുറെ മരുന്ന് ചെയ്തു. ഇവളും അങ്ങനെ 6 വയസ്സ് വരെ നടന്നു. കൊല്ലം പോകുന്നവർ ഇതേപോലെ കാലെല്ലാം ബല്ലൂല്ല കാണുന്നത്. മിണ്ടുന്നില്ല. അമ്മ പറഞ്ഞുകൊണ്ടായി ആദ്യം, പിന്നെ വർത്താനവുമില്ല. ഇവനും അങ്ങനെ. ഇവനിപ്പൊ എന്തെങ്കിലും ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും, ചിരിക്കും. साथ में
മാറ്റിട്ടുണ്ടായി എൻ്റെ ചാള് പല്ല് മാറ്റത് ഇങ്ങനെ 18 ഇങ്ങനെ കളി ഇത് ഇതാക്കിട്ടുണ്ട് ഇങ്ങനെ അത് പറഞ്ഞിട്ടുണ്ടെന്ന് കാസർഗോഡൊക്കെ കൊണ്ടുപോയിട്ട് എന്താണ് ഇങ്ങനെ ആക്കി ഇതൊക്കെ പിള്ളേർ തള്ളിട്ട് കാറ് കറ്റക്കറിയാ എനിക്ക് കൊള്ളാണ്ടൊക്കെ ഇത് പ്രസവത്തിന് ശേഷം അസുഖം തന്നെ. അതിൻ്റെ ശേഷം സാധാരണ കുട്ടികളെ പോലെ ഉണ്ടായിട്ടില്ല. അത് 7-ാം മാസത്തിൽ പ്രസവിച്ച് അതിൻ്റെ ശേഷം സാധാരണ കുട്ടികൾ ചെയ്ത പണിയൊന്നും ചെയ്തിട്ടില്ല. കമ്മിയലോ ഇങ്ങനെ ഈ പരക്കലല്ലേ കുട്ടികൾ, അതൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ശേഷം ഇതന്നെ എല്ലാ ഈ കാണുന്ന കുട്ടികൾക്കുള്ള എല്ലാ അസുഖം ഇവരുണ്ട്, ഈ ചുറ്റുപാടുള്ള അസുഖം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരന്ന് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ക്യാമ്പിലേക്കൊന്നും കൊണ്ടുവന്നുകൊണ്ട് കാര്യമില്ല, ഇതിന് പ്രത്യേകിച്ചിട്ട് ഇംഗ്ലീഷിൽ ഒരു ചികിത്സ ഇല്ല എന്നവർ പറഞ്ഞു. എൻഡോസൾഫാൻ നമ്മളെ തടിയിൽ നമ്മളെ മണ്ണിൽ എത്രയോ കാലം ഉണ്ടാവും. ഇത് ഈ ചൂടിലോ മഴക്കോ പിന്നെ അത് കൺവേർട്ടായിട്ട് എൻഡോസൾഫാൻ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. അത് വളരെ പോയിസണസ് ആണ് എൻഡോസൾഫാൻ. അത് നമ്മളെ തടിയിൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ചെറിയ ഡോസിൽ പോയിട്ടാകുമ്പോൾ നമ്മളെ നരമണ്ഡലം നമ്മളെ കംപ്ലീറ്റ് ബോഡി സിസ്റ്റമിന് തന്നെ അത് ഫെയിലാക്കുന്നു, അതിന് പ്രോബ്ലം ആക്കുന്നു. അത് മാത്രമല്ല ഇതിൽ നമ്മളെ ജനറ്റിക് മ്യൂട്ടേഷൻ പറഞ്ഞിട്ട് നമ്മളെ ജീനിന് ഇത് ഇഫക്റ്റ് ആക്കുന്നു. അത് ജനറ്റിക് മ്യൂട്ടേഷൻ പറഞ്ഞാൽ അതിൽ ഒരു ട്വിസ്റ്റ് വന്നാണെങ്കിൽ ജീനിൽ അത് നെക്സ്റ്റ് ജനറേഷന് മാറുന്നതാണ്. അതാണ് എനിക്ക് വളരെ ഒരു ചിന്തയ്ക്ക് ഈടാക്കുന്ന ഒരു സംഭവം പറഞ്ഞെങ്കിൽ ഐ എം മോർ കൺസേൺഡ് അബൌട്ട് ദിസ് പ്രോബ്ലം ഓഫ് ജനറ്റിക് മ്യൂട്ടേഷൻ. നെക്സ്റ്റ് ജനറേഷൻ ഇത് ഇപ്പോൾ ഈ ജനറേഷനിൽ മാത്രം നിൽക്കില്ല. ഇപ്പോൾ എൻഡോസൾഫാൻ സ്പ്രേ നിന്ന് 10 വർഷമായി, നമ്മൾ സന്തോഷിക്കേണ്ട. ഇനി 10-20 വർഷക്കാലം ഇതിന് ഇഫക്റ്റ് ഉണ്ടാവും. ഇവിടെ ഈ ജനറ്റിക് മ്യൂട്ടേഷൻ ഒരു പ്രാവശ്യം അത് അക്കർ ചെയ്തെങ്കിൽ അത് നെക്സ്റ്റ് ജനറേഷൻ വരെ ഇതുപോലെ പോകും. അപ്പോൾ ഇനി നെക്സ്റ്റ് ജനറേഷനിൽ നമ്മൾക്ക് ഇതുപോലത്തെ ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ നിൽക്കില്ല. അത് ദാറ്റ് ഇസ് എ ഗ്രേറ്റ് പ്രോബ്ലമാണ്. അത് നമ്മൾക്ക് ഇവിടെ നോക്കാം, സ്റ്റെറിലിറ്റി, കുട്ടികളില്ലാത്തത്, എബോർഷൻ, ഇങ്ങനത്തെ ഭയങ്കര സീരിയസ് പ്രോബ്ലമാണ്. ഈ നാട്ടിലെ സ്ത്രീകൾക്ക് പ്രസവിക്കാൻ തന്നെ പേടിയാണ്. കാരണം പ്രസവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് കാലുണ്ടാവോ കൈയുണ്ടാവോ എന്ന ആശങ്ക അവർക്കുണ്ട്. ഒരു ആരോഗ്യ പ്രവർത്തക എന്ന നിലയിൽ ഞങ്ങൾക്ക് ഫീൽഡിൽ പോകുമ്പോൾ ഒരുപാട് അബോർഷൻ കേസുകൾ ഈ എൻഡോസൾഫാൻ ഏരിയയിൽ കാണപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ പിന്നെ ഏരിയയിൽ പോകുമ്പോൾ ഇതുപോലത്തെ കേസുകൾ കാണുമ്പോൾ ഇങ്ങനെ ഒരുപാട് അംഗവൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരെയും കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. ആരാണ് ഇതിന്റെ പ്രതി? ഭരണകൂടങ്ങൾ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചു വരുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ അവർക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട്, ലൈസൻസ് കൊടുത്തുകൊണ്ട്
ഈ വിഷമഴ പെയ്യിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് അംഗീകാരം കൊടുത്തു. പക്ഷേ പ്ലാന്റേഷൻ കോർപ്പറേഷൻ അതിൻ്റെ പ്രതിയാണ്. അതുപോലെ തന്നെ എൻഡോസൾഫാൻ കമ്പനി ഇതിൻ്റെ പ്രതിയാണ്. കേരള കൃഷി വകുപ്പ് ഇതിൻ്റെ പ്രതിയാണ്. കാലാകാലങ്ങളിൽ ഭരിച്ചു വരുന്ന മന്ത്രിമാർ, ഗവൺമെൻറ് ഇതിൻ്റെ പ്രതിയാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇതിൻ്റെ പ്രതിയാണ്. ഈ പ്രതികൾക്കെതിരെയാണ് നടപടി വേണ്ടത്. ഈ പ്രതികൾക്കെതിരെ ആര് നടപടിയെടുക്കും? ഇങ്ങനെയുള്ള ഓരോ മനുഷ്യർ നമ്മളിവിടെ ജീവിക്കുന്നുണ്ട്. ഇവരിങ്ങനെ ജീവിക്കുക, നമ്മൾ പല രീതിയിലും സന്തോഷിക്കുകയോ ആഘോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറേ മനുഷ്യരൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മളുടെ ഇടയിൽ വളരെ ദുഃഖത്തോടുകൂടി അവരെ ബന്ധപ്പെട്ട ആളുകളും ദിവസങ്ങൾ തള്ളിയിരിക്കുന്നു പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സംഭവമല്ലേ. ഈ നമ്മുടെ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ പലപ്പോഴും നമ്മൾ പെട്ടെന്നൊരു ഞെട്ടൽ മാത്രമാണ് നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്നത്. പിന്നീട് സ്വാഭാവികമായി മറന്നുപോകും. സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദുരന്തമാണിത്. സർക്കാർ തന്നെ കൈകഴുകാണ്. ഇതിൻ്റെ സോൾ ഉത്തരവാദി സർക്കാരാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ കേരളയാണ്. കേരള ഗവൺമെന്റിന്റെ അധീനതയിലാണ് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ കിടക്കുന്നത്. അല്ലാതെ വേറെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒന്നും അല്ല. ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ കേരള ഗവൺമെന്റ്, കേരളം എന്ത് വിചാരിച്ചാൽ അതേ പ്ലാന്റേഷൻ കോർപ്പറേഷൻ നടക്കുള്ളൂ. ഇതിന്റെ ആനുകൂല്യമെല്ലാം അവർക്കാണ് ഷെയർ. കേരള ഗവൺമെന്റാണ് ചെയ്യേണ്ടത്. ഈ PCK-യുടെ മുഴുവൻ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ ഇതിവിടെ ഒരു ഫെഡറൽ ഗവൺമെന്റ് പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇവരെ കാരണം കൊണ്ട് ജീവച്ഛയമായ ആൾക്കാരെ ഒരു സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോലും അവർ ഒരു അവകാശം നിഷേധിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അവിടെ റോഡ് ഉണ്ടെങ്കിൽ പോലും അതിനെ പൂട്ടി വെക്കുന്ന ഇത് വളരെ ക്രൂരമാണ്. ഈ കാണുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷനാണ്. ഒരു 3 വർഷം മുമ്പ് ഇവിടെ കശുമാവിൻ തൈകളായിരുന്നു. കശുമാവിൻ തൈകൾ വെട്ടിമാറ്റി ഇപ്പോൾ റബ്ബർ വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ റബ്ബർ തൈകൾ ഇവിടെ വെക്കാനുള്ള അധികാരം പ്ലാന്റേഷൻ കോർപ്പറേഷന് ആര് കൊടുത്തു? ഒരു കാലത്ത് ഇവർ ബഹുജനങ്ങളുടെ ചോദ്യത്തിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ റബ്ബർ തൈ വെച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ഒരുപാട് ആളുകൾ ചോദിക്കും, ഈ കശുമാവിൻ തൈ വെച്ചിട്ടല്ലേ നിങ്ങളിവിടെ എൻഡോസൾഫാൻ തളിച്ചിട്ടല്ലേ മാരകമായ രോഗം വന്നത് എന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ കശുമാവിൻ തൈ വെച്ചിട്ടില്ല, റബ്ബർ തൈയാണ് വെച്ചിട്ടില്ല എന്നൊരു ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിവർ റബ്ബർ തൈ വെച്ചിട്ട് ഇവരെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. വികസനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്ലാന്റേഷൻ ഇട്ടുകൊണ്ടിരുന്ന ഒരു വികസനവും ഇല്ല. കാലാവസ്ഥ മോശമായ കശുവണ്ടി ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ അവർ വെറും തേയില കൊതുവെന്നും പറഞ്ഞ് നമ്മളെയൊക്കെ കൊല്ലുകയത്. കൊതുവെന്നും നമ്മൾ ഈ വനം പോലെ കിടക്കുന്നതിൽ കൂടെ കീടങ്ങളെല്ലാം മൃഗങ്ങളെല്ലാം ഉണ്ട്. അതിനെല്ലാം കൊല്ലാൻ വേണ്ടിയാണ് അവരധികം വിഷം അടിച്ചുകൊണ്ടിരുന്നത്. പടന്നക്കാട് കാർഷിക കോളേജിലെ KM ശ്രീകുമാർ പറയുന്നുണ്ടായിരുന്നു, ഹെലികോപ്റ്റർ അടി കുഴപ്പമില്ല, 3 മീറ്റർ 5 മീറ്റർ ഉയരത്തിൽ നിന്ന് അടിക്കാൻ പറ്റുന്നു. എന്നുവെച്ചാൽ അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ വെള്ളം മഴ പെയ്യുമ്പോഴും വെള്ളം മുഴുവൻ താഴേക്ക് ഒഴുകുന്ന, താഴെ പാവങ്ങളെല്ലാം കുളിക്കുന്ന ഈ ചാലി കൂടെ. അവർക്ക് എത്ര പേർക്ക് അസുഖം എന്ന് പറഞ്ഞ് ഓരോ തരത്തിലുള്ള അസുഖമാണ്.
2000 റുപ്യ വേണം. ബൈസ്റ്റാൻഡർമാർക്ക് ആർക്കും ഇവിടെ കിട്ടുന്നില്ല. വിരലുകളുണ്ടാവുന്ന 10-12 ആളുകൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് പുതിയ പുതിയ കമ്മിറ്റികൾ വരാൻ പോകുന്നു പഠിക്കാൻ. ഇവിടുന്ന് ഒരു ശകലം മൺതരി പോലും അവർക്ക് ഇനി പഠിക്കാൻ വേണ്ടി കൊടുക്കാല്ല. ഞങ്ങളുടെ സഹോദരിമാരുടെയും അമ്മമാരുടെയും മുലപ്പാലും രക്തവും ഞങ്ങളുടെ സഹോദരന്മാരുടെ ബീജവും കൊണ്ടുപോയിട്ട് പരിശോധിച്ചിട്ട് 16ഓളം കമ്മിറ്റികൾ ഇവിടെ പരിശോധിച്ചു. ഒരു കമ്മിറ്റിയുടെ പരിശോധനയും പൂർണ്ണമായിട്ടില്ല. ഇല്ല, ഇന്നും ഒരു ഗതിയില്ല. അപ്പോൾ ഇനി എനിക്ക് സഹായിക്കാൻ ദൈവപാലാണ് പിന്നെ ഒരു മനുഷ്യന്മാരാരുമില്ല. അപ്പം എൻ്റെ വിശ്വാസം അങ്ങനെ. അപ്പോൾ ഇനി ഞാനും എൻ്റെ ഈ ഭാര്യ മരിച്ച് പോയാൽ ഈനെ നോക്കാൻ ആരുമില്ല. അപ്പോൾ അതിന് മുൻപ് എന്തെങ്കിലും ഒരു വയ്യ ആയിരുന്നെങ്കിൽ സുഖമായിരുന്നു എൻ്റെ മനസ്സിൽ തോന്നുന്നത്. 3 കുട്ടികളും സുഖമില്ലാത്ത പുസ്തകങ്ങൾ. അപ്പോൾ വളരെ വിഷമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ബാങ്കിൽ നിന്ന് എടുത്തത് കട്ടാൻ പറ്റിയിട്ടില്ല, ജപ്തി കൗണ്ടറായിട്ടുണ്ട്. നല്ല സംഭവമുണ്ട്. ഇതിനെ സഹായം കിട്ടിയില്ല, പെൻഷൻ കിട്ടുന്ന മാത്രം, വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ഇതിന് ഒരു സഹായം ഒന്നും കിട്ടിയില്ല. അന്ന് കിട്ടി, എല്ലാവർക്കും കിട്ടിയതുകൊണ്ടുണ്ട്, നമുക്ക് ഇപ്പോൾ ഒന്നും കിട്ടിയില്ല. ഉറങ്ങാനൊന്നുമില്ല. ഇപ്പോൾ അച്ഛനും സുഖമില്ല, അമ്മയ്ക്കും സുഖമില്ല. അച്ഛനും ഹോസ്പിറ്റലിലുണ്ട്. ഇപ്പോൾ അച്ഛനിപ്പോൾ 3 ലക്ഷത്തിൻ്റെ അടുത്ത് തീർന്നു. അമ്മയ്ക്ക് തീർന്നു. സാധാരണ ഏകദേശം അത്ര ഉണ്ട്. എനിക്കൊരു 7-8 അടുത്ത് തീർന്നു. ചികിത്സക്ക് ജാഗ വിൽക്കാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ വേറെ വഴിയില്ല. ഇപ്പോൾ ചികിത്സ ചെയ്യാനും പിടിക്കാനുള്ള സമ്പാദ്യം എൻ്റെ ഇല്ല. കുറേ കടമുണ്ട് എനിക്ക് നല്ലതായിട്ടുള്ളത്. ഇപ്പോൾ ഓളെ പണികളെല്ലാം ഞാൻ തന്നെ എടുക്കണം. അല്ല കുളിപ്പിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കൊടുക്കുന്നത്, അതെല്ലാം എനിക്ക് പണിക്ക് പോകുന്ന പറ്റുന്നില്ല. ഇപ്പോൾ ഓളെ പണിയെടുക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. സാധാരണ ഒരു 3-4 ലക്ഷം റുപ്യ വരെ ഞാൻ ചിലവാക്കി. ഈ ചിലവാക്കിയതിൻ്റെ ഫലമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. മുമ്പ് ഗൾഫിലായിരുന്നു. അപ്പോൾ ആർന്ന് കുറച്ച് സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവൻ ജനിച്ചതിന് ശേഷം പിന്നെ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ആ സമ്പാദ്യമെല്ലാം ഞാൻ ഇതിനു വേണ്ടി ചിലവാക്കി. ഇപ്പോൾ പിന്നെ കുറച്ച് കഷ്ടമാണ്. ഒരുപാട് പ്രശ്നങ്ങളാണ് കുടുംബത്തിനുള്ളത്. അപ്പോൾ അടിയന്തരമായിട്ട് അവർക്ക് വേണ്ടത് സാമ്പത്തിക സഹായം. ഇപ്പൊ എനിക്ക് ജീവന കഴിഞ്ഞവർക്ക് എന്ത് സഹായമില്ല. അങ്ങനായിട്ട് എനിക്ക് ഗവൺമെന്റ് സഹായം എനിക്ക് കൊടുക്കണോ, എൻ്റെ അമ്മക്ക് കൊടുക്കണോ. ഇനി ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇവരാരും നോക്കുന്നു? ഞങ്ങളെ കാലം കഴിഞ്ഞാൽ പിന്നെ ആരും നോക്കാനില്ല, നല്ല ഒക്കെ തന്നെ മരിക്കണം. അത്ര കൈകാലം ഇല്ലവരെന്നെ നോക്കുന്നുണ്ടാ. ഇനി ഇങ്ങനത്തെ പിള്ളേരാരും നോക്കുന്നു? സുഖാവെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞങ്ങളുടെ കയ്യിലില്ലല്ലോ. ഈ 1999 തുടങ്ങിയ ഈ പ്രക്ഷോഭം ഇത് ക്ലച്ച് പിടിക്കണമെങ്കിൽ 2010 വരെ 11 വർഷം എടുക്കേണ്ടി വന്നു. എൻഡോസൾഫാൻ തളിച്ചിട്ട് പിന്നെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അറിയണമെങ്കിൽ 25 കൊല്ലം എടുക്കേണ്ടി വന്നു. അതാണ് കാസർഗോഡിൻ്റെ അവസ്ഥ.